അങ്ങനെ നമ്മുടെ രോഹിത്തിനെയും ബബിതയെയും ഗംഗാധര മേനോൻ മുൻകൈയെടുത്ത് തിരിച്ച് കടപ്പാട്ടൂരിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ തീരുമാനിക്കാണ്. അവരാദ്യം ഒന്ന് എതിർക്കുന്നുണ്ട്. ആ അലീനയുള്ള വീട്ടിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. ഇങ്ങനെ ഞങ്ങളെ പറഞ്ഞയക്കാനാണെങ്കിൽ അങ്കിൾ എന്തിനാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങളുടെ അമ്മയുടെ പ്രശ്നം പരിഹരിക്കാനല്ലേ ശിവശങ്കരൻ അങ്കിൾ ഗൾഫിൽ നിന്നും രാജീവ് അങ്കിൾ മലേഷ്യയിൽ നിന്നും വന്നത്? എന്നിട്ടിപ്പോ നിങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത് എന്നൊക്കെ രോഹിത്ത് ദേഷ്യത്തോടു കൂടി ചോദിക്കാണ്. അന്നേരം ശിവശങ്കർ പറയും, നിങ്ങളുടെ അമ്മയ്ക്ക് ബാലേന്ദ്രന് മേൽ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണ് മക്കളെ. ആ ഒരു തെറ്റിദ്ധാരണ ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ബാലേന്ദ്രൻ. അലീനെ ബാലേന്ദ്രൻ ഒരു മകളായിട്ടാണ് കാണുന്നത്. അല്ലാതെ തെറ്റായ രീതിക്ക് അവർക്കിടയിൽ ഒന്നുമില്ല. ഒരച്ഛന് മകളോടുള്ള സ്നേഹവും മകൾക്ക് അച്ഛനോടുള്ള സ്നേഹവും അത്രയേ ഉള്ളൂ. അതുകൊണ്ട് മക്കൾ അങ്കിള് പറയുന്നത് കേൾക്കണം. നിങ്ങൾ ജീവിക്കേണ്ടത് ഇവിടെയല്ല, കടപ്പാട്ടൂര് വീട്ടിലാണ്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തിരിച്ചു പോകണം. അങ്കിള് നിങ്ങളെ കൊണ്ടുവിടാം എന്നൊക്കെ ശിവശങ്കർ പറയുമ്പോ ബബിത ചോദിക്കും, ഇങ്ങനെ നാണം കെടുത്തി തിരിച്ചു കൊണ്ടുവിടാനാണെങ്കിൽ ഞങ്ങളെ പിന്നെന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അപ്പൊ രാജീവ് പറയുന്നുണ്ട്, അപ്പോഴത്തെ സാഹചര്യം അതായി പോയി മോളെ. ഹോ, അതെന്ത് സാഹചര്യമാണ് അങ്കിളെ? ഞങ്ങൾ കൂടി അറിയട്ടെ ആ സാഹചര്യം എന്തെന്ന്. അന്നേരം ഗംഗേട്ടൻ പറയുന്നുണ്ട്, മക്കളെ നിങ്ങൾ കരുതുന്ന പോലെ അലീന ബാലേന്ദ്രന്റെ മകളല്ല, അവന്റെ സുഹൃത്തിന്റെ മകളാണ്. പിന്നെ നിങ്ങളുടെ അച്ഛൻ അവളോട് കൂടുതൽ സ്നേഹം കാണിക്കാൻ കാരണം അവളല്ലേ അന്ന് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോ ബാലേന്ദ്രന്റെ ജീവൻ രക്ഷിച്ചത്. ജീവൻ രക്ഷിച്ച ആളെ നമ്മളൊക്കെ ശത്രുക്കളായിട്ടാണ് കാണുക എന്ന് ഗംഗേട്ടൻ ചോദിക്കുമ്പോ ബബിതയും രോഹിത്തും ഒരക്ഷരം പോലും മിണ്ടില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് കമല അവിടെ നിൽക്കുന്നുണ്ട്. കമല ചോദിക്കും, ദേ ശിവേട്ട, അന്ന് ബാലേന്ദ്രൻ എന്നെയും ഹരിയെയും ചൂലെടുത്ത് അടിച്ചത് നിങ്ങൾ കണ്ടതല്ലേ? അതേപറ്റി നിങ്ങൾ അയാളോട് ചോദിച്ചില്ലേ? അയാളുടെ ചെകിട നോക്കി ഒന്ന് പൊട്ടിക്കാത്തത് എന്താ? അപ്പൊ ശിവശങ്കർ അവിടെ കമലയുടെ നോട്ടം നോക്കും. എന്നിട്ട് പറയുന്നുണ്ട്, നിനക്കൊരടിയുടെ കുറവുണ്ടായിരുന്നു. അതാണ് ബാലേന്ദ്രൻ അന്ന് ചൂലുമായിട്ട് നിനക്ക് തന്നത്. പിന്നെ ഹരി ഉണ്ടല്ലോ, അവനെയൊക്കെ തല്ലിയത് ഞാൻ മനഃപൂർവ്വം ചോദിക്കാത്തതാടി. കാരണം ചോദിച്ചു പോയാൽ ബാലേന്ദ്രൻ ചിലപ്പോ എന്റെ ചെകിടത്തൊന്ന് തരും. ഇതുപോലത്തെ ഒരുത്തനെ ജനിപ്പിച്ചതിന്. ഇത് കേട്ടതോടെ കമലയുടെ വായ അവിടെ അടയുന്നുണ്ട്. അങ്ങനെ രാജീവ് പറയും, മക്കളെ നിങ്ങൾ എടുത്തു വെക്കാനുള്ളതൊക്കെ എടുത്തു വെച്ചോ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. അപ്പൊ വേറൊരു വഴിയില്ലെന്ന് രോഹിത്തിനും ബബിതയ്ക്കും മനസ്സിലായി. അങ്ങനെ വന്ന പോലെ തന്നെ പെട്ടി സാധനങ്ങളെല്ലാം എടുത്ത് ദേഷ്യഭാവത്തോടെ രോഹിത്തും ബബിതയും അമ്മാവന്മാർക്കൊപ്പം പോവുകയാണ്. അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിയുമ്പോ അവര് കടപ്പാട്ടൂരിൽ എത്തുന്നുണ്ട്. അപ്പൊ സിറ്റ് ഔട്ടിൽ ബാലേന്ദ്രന്റെ ഉണ്ടാകും. ബാലേന്ദ്രന്റെ മുഖത്ത് പോലും നോക്കാതെ രോഹിത്തും ബബിത അങ്ങോട്ട് കേറി പോകും. അന്നേരം ഹോളിലെ കോണിപ്പടികൾക്കരികിൽ അലീന നിൽപ്പുണ്ട്. അലീനെ കണ്ട് ബബിത പറയും, നീ ജയിച്ചെന്ന് കരുതേണ്ടടി, കാണിച്ചു തരാം, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവരങ്ങ് മുകളിലേക്ക് കയറി പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോ അലീന അവിടെ ഒരു സങ്കട ഭാവത്തോടു കൂടിയാണ് നിൽക്കുക. അങ്ങനെ പിന്നീട് ഗംഗേണ്ണും രാജീവും ശിവശങ്കറും പറയും, ബാലേന്ദ്ര, ഞങ്ങൾക്ക് നിന്നോടൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താ? അപ്പൊ ഗംഗേട്ടൻ പറയും, ബാലേന്ദ്ര, അലീന വൈജയുടെ മകളാണെന്ന് വൈജ ഒരിക്കലും അറിയരുത്. അതുപോലെ അവളുടെ മക്കളും. പിന്നെ നീ എല്ലാ സത്യങ്ങളും അറിഞ്ഞു എന്ന് അവൾ ഒരിക്കലും അറിയാൻ പാടില്ല. നീ സത്യങ്ങൾ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾ ഒരു പക്ഷേ ജീവിച്ചിരിക്കില്ല. അപ്പൊ ബാലേന്ദ്രൻ അവിടെ ഒരു പുച്ഛഭാവത്തോടെ ചിരിച്ചോണ്ട് പറയും, എനിക്കൊന്ന് ആലോചിക്കണം എന്ത് വേണമെന്ന്. എല്ലാം നിങ്ങളുടെ പെങ്ങളുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് എനിക്ക് ഉറപ്പൊന്നും തരാനായിട്ട് പറ്റില്ല. അപ്പൊ ശിവശങ്കർ പറയും, അതൊക്കെ ബാലേന്ദ്ര, അവളെ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ചോളാം, നീയായിട്ടൊന്നും പറയരുത് എന്നൊക്കെ തൊഴുതു നിന്നുകൊണ്ടാണ് ശിവശങ്കർ പറയുന്നത്. അന്നേരൊക്കെ ബാലേന്ദ്രന്റെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരിക്കും. അങ്ങനെ അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അലീന വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് ബാലേന്ദ്രൻ ചോദിക്കും, എന്താ മോളെ, വന്ന് കയറിയപ്പോ തന്നെ എന്റെ മക്കൾ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ഏയ് ഇല്ല അച്ഛാ, നീ നുണ പറയണ്ട മോളെ, എനിക്കറിഞ്ഞൂടെ അവരെ. നീ അവര് പറയുന്നൊന്നും കാര്യാക്കണ്ട എന്നൊക്കെ ബാലേന്ദ്രൻ പറയാണ്. അങ്ങനെ അവർ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ ഭവിത അലീനെ വിളിക്കും, എടി അലീനെ, ഇവിടെ വാടി, എന്റെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം. ഹോ, അലീന മാറ്റിയാൽ അത് മാറുകയുള്ളൂ എന്നുണ്ടോ? എന്റെ മോളത് താഴത്തേക്ക് വന്നേ, അച്ഛനൊരു കാര്യം ചോദിക്കട്ടെ എന്നൊക്കെ പറയുമ്പോ ഭവിത താഴേക്ക് വരും. എന്നിട്ട് ബാലേന്ദ്രൻ പറയും, എന്താ മോളെ, എന്താ മോളുടെ പ്രശ്നം? അപ്പൊ ബബിത പറയും, ഇത്രയും ദിവസം റൂം അടിച്ചിട്ടത് കൊണ്ട് റൂമിലൊക്കെ പൊടിയാണ്, ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റണം. അതിനാണോ മോളെ ഇവളെ ഇങ്ങനെ വിളിച്ചത്? ഇവളെ പോലെ നിനക്കും കൈയും കാലൊക്കെ ഇല്ലേ, അപ്പൊ നിനക്ക് ചെയ്തൂടെ? ഞാനോ? എനിക്കൊന്നും പറ്റില്ല, എനിക്കിതൊന്നും ചെയ്ത് ശീലമില്ല. ഇവളെ എവിടെ നിർത്തിയത്? ഇവിടുത്തെ വേലക്കാരിയായിട്ടല്ലേ, അതുകൊണ്ട് ഇവള് ചെയ്യട്ടെ അച്ഛാ. അപ്പൊ ബാലേന്ദ്രൻ പറയും, ഇവള് ചെയ്യുന്നില്ല, നീ തന്നെ വേണം ചെയ്യാനായിട്ട്. നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിട്ടതല്ലല്ലോ, നീയായിട്ട് ഇറങ്ങി പോയതല്ലേ, അതുകൊണ്ട് നിന്റെ റൂമൊക്കെ നീ തന്നെ വേണം ക്ലീൻ ചെയ്യാനായിട്ട്. ഇനി മേലാൽ ഇവളെ നീ എടി പൊടിന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ, മകളാണെന്നൊന്നും ഞാൻ നോക്കില്ല, അടിച്ചു നിന്റെ കരണം ഞാൻ പൊട്ടിക്കും. ഇത് കേട്ടതും ബബിതയ്ക്ക് അങ്ങ് ദേഷ്യ സങ്കടമൊക്കെ വരികയാണ്. അലീനയുടെ മുന്നിൽ വെച്ച് ബാലേന്ദ്രൻ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആകെ ചമ്മി നാണം കെട്ട പോലെ നിൽക്കാണ്. അങ്ങനെ ബാലേന്ദ്രൻ പറയും, അലീന മോളെ, വൈകിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകണം, വൈദ്യരുടെ അടുത്ത്. നീ റെഡി ആയിട്ട് നിൽക്കണം, കൃഷ്ണമോളെയും കൂട്ടാം. ഹാ അച്ഛാ. മോളെ ബബിതേ, നീ വരുന്നോ? ഞാനൊന്നും വരുന്നില്ല, അച്ഛന്റെ പുന്നാര മോളുമായിട്ട് അച്ഛൻ അങ്ങോട്ട് പോയാ മതി എന്നെല്ലാം പറഞ്ഞോണ്ട് ബബിത അങ്ങ് കേറി പോവുകയാണ്. അപ്പോൾ അലീന പറയും, അച്ഛാ, അച്ഛൻ അവളോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അവൾ എന്നെ എന്ത് വേണേലും വിളിച്ചോട്ടെ, എനിക്കൊരു പരാതിയില്ല അച്ഛാ. ഞാൻ അവളുടെ റൂമെല്ലാം ക്ലീൻ ആക്കി കൊടുക്കാം, അവൾക്ക് ഇതൊന്നും ശീലമില്ലാത്തതല്ലേ. അപ്പൊ ബാലേന്ദ്രൻ പറയും, വേണ്ട, അവൾ ഇതൊക്കെ പഠിക്കട്ടെ, കെട്ടിക്കൊണ്ട് പോകുന്ന വീട്ടിൽ അവളുടെ കാര്യങ്ങളെല്ലാം നോക്കാൻ കൂടെ ഒരാളുണ്ടാവണമെന്നില്ലല്ലോ.
അതുകൊണ്ട് നീ ഒന്നും ചെയ്തു കൊടുക്കണ്ട. നീ വേഗം നിന്റെ പണിയൊക്കെ ഒതുക്കാൻ നോക്ക്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ അവിടുന്ന് പോവാണ്. അങ്ങനെ പിന്നീട് വൈകുന്നേരമൊക്കെ ആയപ്പോ കൃഷ്ണമോള് സ്കൂള് വിട്ട് വരും. അന്നേരം അലീന കൃഷ്ണമോൾക്ക് കാപ്പിയും പലഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇന്ന് അമ്മയെ കാണാൻ പോകുന്നത് കൊണ്ട് കൃഷ്ണമോള് വേഗം ഹോംവർക്ക് ഒക്കെ ചെയ്ത് തീർക്കുന്ന തിരക്കിലാണ്. അങ്ങനെ സന്ധ്യയൊക്കെ ആവുമ്പോഴേക്കും അലീന വേഗം പണിയൊക്കെ തീർക്കും. എന്നിട്ട് കൃഷ്ണമോളോട് പറയും, മോളെ അച്ഛൻ വേഗം റെഡി ആവാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 8 മണി വരെയാണ് വിസിറ്റേഴ്സിനെ ഹോസ്പിറ്റലിൽ അനുവദിക്കുള്ളൂ. അതുകൊണ്ട് മോള് വേഗം പോയിട്ട് റെഡി ആയിക്കോ. ചേച്ചി വേഗം കുളിച്ച് മാറ്റിയിട്ട് വരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീന പോകും. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോ കൃഷ്ണമോള് വേഗം റെഡി ആയിട്ട് താഴത്തേക്ക് വരും. താഴെ അപ്പൊ ബാലേന്ദ്രൻ നിൽപ്പുണ്ട്. ഒരുപാട് നേരം അവർ അലീനെ വെയിറ്റ് ചെയ്ത് താഴത്ത് നിൽക്കും. ഒടുക്കം ബാലേന്ദ്രൻ പറയും, കൃഷ്ണമോളെ അലീന ഇതുവരെയായിട്ടും മാറ്റി വന്നിട്ടില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കിക്കേ, സമയം പോകുന്നു എന്നൊക്കെ പറയുമ്പോ കൃഷ്ണമോള് അലീനയുടെ അടുത്ത് പോയി നോക്കാണ്. പോയ പോലെ തന്നെ കൃഷ്ണമോള് ആ സ്പോട്ടിൽ തന്നെ തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് കൃഷ്ണമോള് പറയും, അലീന ചേച്ചിക്ക് ഡ്രസ്സില്ല അച്ഛാ, മാറി എടുക്കാനായിട്ട്. എന്താ ഡ്രസ്സില്ലെന്നോ? അവളുടെ ഡ്രസ്സൊക്കെ എവിടെ പോയി എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കും. അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞോണ്ട് കൃഷ്ണമോളപ്പോ ബാലേന്ദ്രനെ അലീനയുടെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാണ്. അങ്ങനെ ബാലേന്ദ്രൻ റൂമിലെത്തുമ്പോ കാണുന്ന കാഴ്ച മുഖം പൊത്തിയിരുന്ന് പൊട്ടിക്കരയുന്ന അലീനയാണ്. അന്നേരം റൂമിലെ ബെഡിൽ അലീനയുടെ ഡ്രസ്സും ബാഗൊക്കെ ഉണ്ട്. ബാലേന്ദ്രൻ ചോദിക്കും, കൃഷ്ണമോളെ നീയല്ലേ പറഞ്ഞത് അലീനയ്ക്ക് ഡ്രസ്സില്ലെന്ന്? ഈ കിടക്കുന്നതൊക്കെ ഡ്രസ്സല്ലേ? അപ്പൊ കൃഷ്ണമോള് അതിൽ നിന്നും ഒരു ചുരിദാറിന്റെ ടോപ്പ് നിവർത്തി ബാലേന്ദ്രന് കാണിച്ചു കൊടുക്കും. അച്ഛൻ ഇത് കണ്ടോ? കത്രിക കൊണ്ട് രോഹിത്തേണ്ണോ ബബിതേച്ചിയോ കാണിച്ചു വെച്ച പണിയാണ്. അലീന ചേച്ചിയുടെ എല്ലാ വസ്ത്രങ്ങളും അടിവസ്ത്രം വരെ കത്രിക കൊണ്ട് വെട്ടിമുറിച്ച് കീറി വച്ചിരിക്കുകയാണ്. ഓരോ വസ്ത്രങ്ങളായിട്ട് കൃഷ്ണമോള് ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. ഇത് കാണുമ്പോ ബാലേന്ദ്രൻ അങ്ങോട്ട് ദേഷ്യ സങ്കടമൊക്കെ വരും. ആരാ മോൾ ഇത് ചെയ്തത് എന്ന് ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കും. എനിക്കറിയില്ല അച്ഛാ, എനിക്കൊന്നും അറിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അലീനയുടെ പൊട്ടിക്കരയാണ്. അങ്ങനെ അലീനയുടെ ഒരു ചുരിദാറിന്റെ ടോപ്പ് എടുത്ത് ബാലേന്ദ്രൻ ഹോളിലേക്ക് പോകും. എന്നിട്ട് ദേഷ്യത്തിൽ ഉച്ചത്തിൽ ബബിതയെ രോഹിത്തിനെ വിളിക്കും. രോഹിത്ത് വേഗം വരുന്നുണ്ട്, എന്നാ ബബിത വരുന്നില്ല. കൃഷ്ണമോളോട് ബാലേന്ദ്രൻ പറയും, മോൾ ഇനി പോയിട്ട് ബബിതയെ വിളിച്ചു വാ എന്ന് പറയുമ്പോ ബബിതയും കൂട്ടി കൃഷ്ണമോള് വരികയാണ്. അന്നേരൊക്കെ നല്ല ദേഷ്യത്തിലായിരിക്കും ബാലേന്ദ്രൻ. ഒരടി പൊട്ടുമെന്ന് മനസ്സിലായതുകൊണ്ട് അലീന ബാലേന്ദ്രന്റെ കൈ പിടിച്ച് പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, അവരൊന്നും പറയണ്ട, സാരമില്ല. അപ്പൊ ബാലേന്ദ്രൻ അലീനയുടെ കൈ അങ്ങോട്ട് തട്ടി മാറ്റും. എന്നിട്ട് കത്രിക കൊണ്ട് വെട്ടി നശിപ്പിച്ച ആ ഒരു ഡ്രസ്സ് ഉയർത്തിയിട്ട് ബാലേന്ദ്രൻ ചോദിക്കും, ആരാണ് ഈ പണി ചെയ്തത്? അപ്പൊ രോഹിത്തും ബബിതയും പരസ്പരം നോക്കിയിട്ട് രണ്ടുപേരും മിണ്ടുന്നില്ല. അന്നേരം ബാലേന്ദ്രൻ വീണ്ടും ദേഷ്യത്തോടു കൂടി ചോദിക്കുമ്പോ രോഹിത്ത് പറയും, ഞാനല്ല അച്ഛാ. അപ്പൊ ബബിതയോട് ചോദിക്കും, നീയാണോട് ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോ ആദ്യം ബബിതയോട് ഒന്നും മിണ്ടില്ല. എങ്കിലും ബാലേന്ദ്രൻ വീണ്ടും ശബ്ദം ഉയർത്തി ചോദിക്കുമ്പോ ബബിത ദേഷ്യത്തിൽ പറയുന്നുണ്ട്. അലീനെ നോക്കിയിട്ട് പറയും, അതെ ഞാൻ തന്നെയാണ് ചെയ്തത്, ഞാൻ തന്നെയാണ് ഇവരുടെ വസ്ത്രങ്ങൾ മൊത്തം വെട്ടി നശിപ്പിച്ചത്. അപ്പൊ ബാലേന്ദ്രൻ ചോദിക്കും, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇവള് നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഹോ, ഇവള് തെറ്റ് ചെയ്തില്ല അച്ഛാ, ഇവള് കാരണല്ലേ എന്റെ അമ്മ ഹോസ്പിറ്റലിൽ ഇപ്പോ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത്. ഇവള് ഈ വീട്ടിൽ നിൽക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. ഇവളെ കഷ്ണം കഷ്ണാക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അത് നടക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ ഒരു കൂസലും കൂടാതെ ദേഷ്യത്തോടു കൂടി ബബിത അവിടെ പറയാണ്. അന്നേരം ബാലേന്ദ്രൻ പറയും, ഇവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് നിങ്ങളല്ല, ഞാനാണ്. ഇത് എന്റെ വീടാണ്. ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കൊല്ലപ്പള്ളിയിലേക്ക് തന്നെ പോകാം. അവിടെ ആകുമ്പോ നിങ്ങളെ നോക്കാൻ നിങ്ങളുടെ കമലാന്റി ഉണ്ടാകും. ഹോ, അപ്പൊ അച്ഛൻ എന്നേക്കാൾ വലുത് ഈ അടുക്കളക്കാരിയാണോ? ഈ അടുക്കളക്കാരിക്ക് വേണ്ടിയാണോ അച്ഛൻ എന്നോട് പോകാൻ പറയുന്നത്? എനിക്ക് മാത്രമല്ലല്ലോ ഇവളോട് വെറുപ്പ്, എന്റെ അമ്മയ്ക്കും രോഹിയേട്ടനും ഞങ്ങൾക്കൊക്കെ വെറുപ്പായിട്ടും അച്ഛൻ എന്തിനാണ് ഇവളെ ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ ബബിത ചോദിക്കുമ്പോ ബാലേന്ദ്രൻ പറയും, ഇവളെ കൊണ്ട് ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. ഈ കുടുംബം കുറച്ചെങ്കിലും നല്ല രീതിക്ക് പോകണമെങ്കിൽ ഇവൾ ഇവിടെ വേണം. പിന്നെ ഇവളെ കൊണ്ട് എനിക്കും ആവശ്യമുണ്ടെന്ന് നീ അങ്ങ് കരുതിക്കോ എന്നൊക്കെ ബാലേന്ദ്രൻ അങ്ങ് പറയാണ്. അപ്പൊ ബബിത ചോദിക്കും, ഹോ, അച്ഛൻ ഇവളെ കൊണ്ട് എന്താവശ്യമാണുള്ളത് ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇവളെ ഞങ്ങൾ ചെറിയമ്മയെന്ന് വിളിക്കേണ്ടി വരുമോ എന്നൊക്കെ ബബിത ബാലേന്ദ്രന്റെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോ ബബിതയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാണ് ബാലേന്ദ്രൻ. ഇത് കണ്ട് ആകെ ഞെട്ടലോട് കൂടി നിൽക്കുന്നുണ്ട് രോഹിത്തും കൃഷ്ണമോളും അലീനയും. എടി, നീയൊക്കെ എന്റെ മകളാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പ് തോന്നുന്നു, നാണം കെട്ട ജന്തു. അപ്പൊ ബബിത ദേഷ്യത്തോടു കൂടി ബാലേന്ദ്രനോട് ചോദിക്കും, എന്താ ഒരടിയിൽ ഒതുക്കിയത്? ഇനി എന്നെ തല്ലിക്കോ, എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇത് തന്നെ പറയുകയുള്ളൂ. ഇനിയും ഇനിയും ഞാൻ ഇത് തന്നെ ചെയ്യുകയുള്ളൂ. അപ്പൊ ബാലേന്ദ്രൻ അവിടെ നിസ്സഹായനായിട്ട് കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോവാണ്. ബാലേന്ദ്രൻ പോയതും ബബിത അലീനയ്ക്ക് നേരെ തട്ടി കയറും. എടി, അച്ഛനെയും മക്കളെയും തെറ്റിക്കാനുള്ള നിന്റെ ശ്രമമൊക്കെ വിജയിക്കുന്നുണ്ട്. ഒന്ന് ഇവിടെ കൊണ്ട് തീരുമെന്ന് നീ കരുതേണ്ടടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ബബിത അങ്ങ് കയറിപ്പോകും. അപ്പൊ രോഹിത്തും അലീനൊന്ന് തുറച്ചു നോക്കിയിട്ടാണെന്ന് പോവാണ്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും കൃഷ്ണമോളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അങ്ങനെ കുറെ നേരം അലീന തറയിൽ ഇരുന്നോണ്ട് പൊട്ടിക്കരയും. എന്നിട്ട് കുറച്ചു സമയം കഴിയുമ്പോ ബാലേന്ദ്രൻ വന്ന് ഡോറിൽ മുട്ടും. അലീന ഡോറ് തുറക്കുമ്പോ ബാലേന്ദ്രൻ പറയും, സാരമില്ല മോളെ, എന്റെ മകളായി പോയില്ലേ, കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. നീ വേഗം പോയിട്ട് മുഖം കഴുകിട്ട് വാ, നമുക്കൊന്ന് പുറത്തു പോകണം. എങ്ങോട്ടേക്കാണ് അച്ഛാ എന്നൊക്കെ അലീന ചോദിക്കുമ്പോ അതൊക്കെ ഞാൻ പറയാം.
നീ വേഗം റെഡിയാവ്. ഞാൻ കൃഷ്ണമോളോടും പറഞ്ഞിട്ടുണ്ട് തയ്യാറാവാനായിട്ട്. അപ്പോൾ അലീന പറയും, അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ഛൻ ബബിതയോടൊന്ന് സംസാരിക്കണം. അവളുടെ അറിവില്ലായ്മ കാരണം അവൾ അങ്ങനെയൊക്കെ ചെയ്തു പോയതാകും. അച്ഛൻ അവളോട് സ്നേഹത്തോടെ സംസാരിച്ച് അവളെ സമാധാനിപ്പിക്കണം. അവൾക്ക് അച്ഛൻ ദേഷ്യപ്പെട്ടതിൽ നല്ല സങ്കടമായിട്ടുണ്ട്. അപ്പൊ ബാലേന്ദ്രൻ പറയും, അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. മോള് പോയിട്ട് വേഗം തയ്യാറാവ് എന്നൊക്കെ പറയാണ് ബാലേന്ദ്രൻ. അങ്ങനെ കൃഷ്ണമോളും ബാലേന്ദ്രനും അലീനയും പോകാൻ നിൽക്കുമ്പോ രോഹിത് ചോദിക്കും, അച്ഛൻ എങ്ങോട്ടാ ഇവരെയും കൂട്ടി? അപ്പൊ ബാലേന്ദ്രൻ അവിടെ ഒരു പരിഹാസ ഭാവത്തോടു കൂടി പറയും, ഞങ്ങള് ടൂറ് പോവോ, എന്തേ നീ വരുന്നോ? അപ്പൊ രോഹിത് ആകെ ചമ്മി തലയും താത്തി നിൽക്കും. അങ്ങനെ പിന്നീട് ബാലേന്ദ്രൻ ഇവരെയും കൂട്ടി നേരെ പോകുന്നത് ഒരു ടെക്സ്റ്റൈൽസിലേക്കാണ്. അലീന ചോദിക്കും, നമ്മൾ എന്തിനാണ് അച്ഛൻ ഇവിടെ വന്നത്? അതൊക്കെ പറയാം, നീ ആദ്യം ഇറങ്ങ് എന്നൊക്കെ പറയാണ് ബാലേന്ദ്രൻ. എന്നിട്ട് ടെക്സ്റ്റൈൽസിൽ കയറി അവിടുത്തെ സ്റ്റാഫിന്റെ അടുത്ത് പറയും, ഈ കുട്ടിക്ക് കുറച്ച് ചുരിദാറുകളെല്ലാം വേണം, ഒരു 10 ജോഡിയൊക്കെ എടുത്തോ, 5-6 ധാവണിയും വേണം. അപ്പോൾ അലീന ബാലേന്ദ്രനെ മാറ്റി നിർത്തിയിട്ട് പറയും, അയ്യോ അച്ഛാ അത്രയൊന്നും വേണ്ട, എനിക്കൊരു 2 ചുരിദാറൊക്കെ മതി. ഏയ് അതൊന്നും പറ്റില്ല മോളെ. അതല്ല അച്ഛാ, 2 ഞാൻ വാങ്ങുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന് അലീനാണ് പറഞ്ഞ് വാശി പിടിക്കുമ്പോ ബാലേന്ദ്രൻ പറയും, ഏറ്റവും വിലയുള്ള 2 ചുരിദാർ വേണം എന്ന് പറയുമ്പോ അവര് കുറെ അധികം കളക്ഷൻ എല്ലാം കാണിച്ചു കൊടുക്കും. അതിൽ നിന്ന് 2 ചുരിദാർ അലീന സെലക്ട് ചെയ്യാണ്. അങ്ങനെ അവർ ഡ്രസ്സെല്ലാം എടുത്തോണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ബാലേന്ദ്രൻ കാർ ഓടിക്കുമ്പോ കുറച്ച് ദേഷ്യത്തിലായിരിക്കും. അച്ഛൻ എന്നോട് ദേഷ്യാണോ? പിന്നല്ലാണ്ട് ഞാൻ ആ സെയിൽസ്മാനോട് ഇത്രയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് നീ അത് വെട്ടി കുറച്ചില്ലേ? അപ്പോൾ അലീന പറയും, ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് അച്ഛൻ അറിയണ്ടേ? അച്ഛൻ എന്നെയും കൂട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി, ബബിത നശിപ്പിച്ച ഡ്രസ്സിന് പകരം അതിന്റെ ഇരട്ടി അച്ഛൻ എനിക്ക് വാങ്ങി തരാനുള്ള പുറപ്പാടാണെന്ന്. ഞാനൊരു കൊട്ടക്കണക്കിന് ഡ്രസ്സുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവരെന്ത് വിചാരിക്കും? അച്ഛൻ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ തോൽപ്പിക്കുന്നു എന്നല്ലേ അവരോട് വാശി കാണിച്ചതായിട്ടല്ലേ അവര് കാണുകയുള്ളൂ. പിന്നെ അവരുടെ മനോഭാവം എന്തായിരിക്കും? അപ്പൊ ബാലേന്ദ്രൻ അവിടെ ചിന്തിക്കുന്നുണ്ട്, അലീന പറഞ്ഞതിലും കാര്യണ്ട്. എന്തായാലും അച്ഛാ ഡ്രസ്സൊക്കെ ഇനിയും വാങ്ങാം, ഇപ്പൊ എന്തായാലും അവരെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്നൊക്കെ പറയണ അലീന. അങ്ങനെ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അവര് തിരിച്ച് വീട്ടിലെത്തും. അന്നേരം സിറ്റ് ഔട്ടിൽ ബബിതയും രോഹിത് ഉണ്ടാകും. ബബിതയുടെ നോട്ടം മൊത്തം അലീനയുടെ കയ്യിലുള്ള കവറിലേക്കാണ്. അച്ഛൻ ഇനി വേലക്കാരിക്ക് ഡ്രസ്സ് വല്ലതും എടുത്തു കാണുമോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് ബബിത കവറിലേക്ക് നോക്കുന്നത്. അങ്ങനെ അലീന പലചരക്ക് സാധനങ്ങളുമായിട്ട് കിച്ചണിലേക്ക് പോകും. ടെക്സ്റ്റൈൽസിലെ കവറുമായിട്ട് ബബിതയ്ക്ക് രോഹിത്തിനും സംശയം വരാതെ നിൽക്കാൻ ആ കവറുമായിട്ട് ബാലേന്ദ്രൻ റൂമിലേക്ക് പോകും. അന്നേരം രോഹിത് പറയും, എടി ബബിതേ, അച്ഛൻ അവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അവളുടെ കയ്യിൽ കാണേണ്ടതല്ലേ ടെക്സ്റ്റൈൽസിലെ കവറ്? അച്ഛന്റെ കയ്യിലാണ് ടെക്സ്റ്റൈൽസിലെ കവർ ഉള്ളത്. അച്ഛൻ ചിലപ്പോ അച്ഛന്റെ ഡ്രസ്സ് വാങ്ങി കാണും. അപ്പൊ ബബിതയ്ക്ക് അതങ്ങ് വിശ്വാസം വരുന്നില്ല. അലീന പുറത്തേക്ക് പോയ തക്കത്തിൽ ബബിതയും രോഹിത്തും കൊണ്ടുവന്ന സാധനങ്ങൾ മൊത്തം നോക്കാണ്. എത്രയൊക്കെ നോക്കിയിട്ടും പുതിയ ഡ്രസ്സൊന്നും അവര് കാണുന്നില്ല. അതോടെ അവർ ഉറപ്പിച്ചു അച്ഛൻ അവൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചിട്ടില്ലെന്ന്. അവർക്കങ്ങ് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് ഇവരൊന്നും കാണാതെയാണ് ബാലേന്ദ്രൻ ആ ഡ്രസ്സെല്ലാം അലീനയ്ക്ക് കൊടുക്കുന്നത്. എന്തായാലും അലീനയെ ദ്രോഹിക്കുന്നത് ബബിത ഇവിടം കൊണ്ടൊന്നും നിർത്തുന്നില്ല. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സ്റ്റോറി പറഞ്ഞത് നോവലിലുള്ള സെയിം കഥയാണ്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.